കാറിന് തീപിടിച്ചു മരിച്ച സഹോദരങ്ങളുടെ ചലനമറ്റ ശരീരം അവർ പഠിച്ച വിദ്യാലയത്തിൽ എത്തിച്ചപ്പോൾ വിതുമ്പി സഹപാഠികൾ. ചൊവ്വാഴ്ച രാവിലെയാണ് ആൽഫ്രഡിന്റെയും എമിലിയുടെയും മൃതദേഹങ്ങൾ കുട്ടികൾ പഠിച്ചിരുന്ന പൊൽപ്പുള്ളിയിലെ KVM UP സ്കൂളിൽ പൊതുദർശനത്തിന് വെച്ചത്. വെള്ളിയാഴ്ച പുലർച്ചെ പൊൽപ്പുള്ളി പൂളക്കാട്ടിൽ കാർ സ്റ്റാർട്ട് ചെയ്യുന്നതിനിടെ കാർ കത്തിയുണ്ടായ അപകടത്തിലാണ് ആൽഫ്രഡും എമിലിയും മരിച്ചത്. അവരുടെ അമ്മ എൽസിക്ക് അവസാനമായി ഒരു നോക്ക് കാണാനാണ് കുട്ടികളുടെ മൃതദേഹം 2 ദിവസം മോർച്ചറിയിൽ സൂക്ഷിച്ചിരുന്നത്. എന്നാൽ അമ്മയുടെ സ്ഥിതി മെച്ചപ്പെടാതെ അബോധാവസ്ഥയിൽ തുടരുന്ന സാഹചര്യത്തിലാണ് സംസ്കരിക്കാൻ തീരുമാനിച്ചത്. ഇതേ തുടർന്നാണ് അവർ പഠിച്ച വിദ്യാലയത്തിൽ മൃതദേഹം പൊതുദർശനത്തിന് വെച്ചത്. 2 കുട്ടികളുടെയും വിയോഗത്തിൽ സഹപാഠികളും മറ്റു വിദ്യാർത്ഥികളും വിതുമ്പിയപ്പോൾ അവിടെ കൂടിയിരുന്ന ആയിരങ്ങളുടെ കണ്ണീരും അവർക്ക് വിട നൽകുന്നതായിരുന്നു. അതിലെ എപ്പോഴും നീക്കുമാമേ സസ്യകാത്മാവുകൾ ദീപചരത്താൽ സുഖിച്ചുകൊണ്ടിരിക്കട്ടെ. കുട്ടികളെ ഒരു നോക്ക് കാണാൻ വിദ്യാർത്ഥികൾ മാത്രമല്ല നാട്ടുകാരും വിദ്യാലയത്തിലേക്ക് ഒഴുകിയെത്തി. വിദ്യാലയത്തിലെ പൊതുദർശനത്തിന് ശേഷം ഇടവകയായ ചിറ്റൂർ ഹോളി ഫാമിലി ചർച്ചിലും പൊതുദർശനത്തിന് വെച്ചിരുന്നു. അട്ടപ്പാടി താവളത്തെ വസതിയിലും പള്ളിയിലും കുട്ടികളുടെ മൃതദേഹങ്ങൾ പൊതുദർശനത്തിന് വെച്ചു. നിരവധി പേർ അന്തിമോപചാരം അർപ്പിക്കാനെത്തി. UTV ന്യൂസ്, പാലക്കാട്.